അപ്പം എന്താണ് നമുക്ക് വെക്റ്റർ ആർ എന്ന് പറയുന്നത് 3ti പ്ലസ് 2t² j പ്ലസ് 5k എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് വെലോസിറ്റിയും ആക്സലറേഷനും പിന്നെ വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 1ൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പൊസിഷനെ ഡിസ്പാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. അത് എങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് കൂടുതൽ അറിയാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. ഇവിടെ ഡിഫറൻസിയേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ടുള്ള കാരണം. അതായത് ഡിഫറൻസിയേഷൻ്റെ ജനറൽ ഫോം d/dx ഓഫ് x റേസ് ടു n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു x റേസ് ടു n മൈനസ് 1 ആണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ d/dx ഓഫ് x ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? n പകരം 3 ആണ് അല്ലേ? 3 ഇൻറ്റു x റേസ് ടു 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3x² എന്ന് വരും. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 3x² ആണ്. അതുപോലെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് r = ആണ്. അപ്പോൾ നമുക്ക് v എന്ന് പറഞ്ഞ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dr/dt. ഈ ആറിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. നമ്മളതൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ d/dt ഓഫ് ആറിന് പകരം നമ്മൾ എന്തെഴുതി? 3ti പ്ലസ് 2t² j പ്ലസ് 5k എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ എന്ത് വന്നു? d/dt ഓഫ് 3ti പ്ലസ് d/dt ഓഫ് 2t² j പ്ലസ് d/dt ഓഫ് 5k എന്ന് വരും. ഇനി d/dt ഓഫ് 3ti എന്ന് പറഞ്ഞാൽ എന്താ? 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഡിഫറൻസിയേഷൻ ഇല്ല. t എന്ന് പറയുന്നത് t⁻1 ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു t⁻1 മൈനസ് 1 പ്ലസ് d/dt ഓഫ് 2t². 2 എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ഇല്ല. t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു t⁻2 മൈനസ് 1 പ്ലസ് d/dt ഓഫ് 5 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. നമ്പറിന് എന്തില്ല? ഡിഫറൻസിയേഷൻ ഇല്ല, അപ്പോൾ 0 ആണ്. വിച്ച് ഈക്വൽ ടു എന്ത് വരും? 3 ഇൻറ്റു t⁻1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ t⁻0 പ്ലസ് 2 ഇൻറ്റു 2 4 t⁻2 മൈനസ് 1 4t⁻1 പ്ലസ് 0. നമുക്ക് ഇക്വേഷൻ എന്ത് വരും? ഇവിടെ ഐയും ജെയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ ഇടാൻ മറക്കുകയെ. അപ്പോൾ എന്ത് വരും? 3ti പ്ലസ് 3t ഇല്ല അല്ലേ? 3t⁻0 ആണ്. 3i പ്ലസ് 4tj എന്ന് കിട്ടും. ഇതാണ് വെലോസിറ്റി. ഇനി ആക്സലറേഷൻ ചെയ്യുമ്പോഴോ? ആക്സലറേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. dv/dt ചെയ്യുമ്പോൾ എന്ത് വരും? d/dt ഓഫ് 3i പ്ലസ് 4tj അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? d/dt ഓഫ് 3i പ്ലസ് d/dt ഓഫ് 4tj. ഓരോന്നും ചെയ്യാം. അപ്പോൾ d/dt ഓഫ് 3i എന്നുള്ളത് എന്ത് വരും? 0 വരും അല്ലേ? 0 വരും. പ്ലസ് d/dt ഓഫ് 4tj വരുമ്പോഴോ? 4 ഇൻറ്റു t⁻1 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു t⁻1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 4 ഇൻറ്റു 1 ഇൻറ്റു t⁻1 മൈനസ് 1 t⁻0 വരും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ബാക്കി ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ആക്സലറേഷൻ്റെയും വെലോസിറ്റിയുടെയും വാല്യൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി അറ്റ് t = 1ൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 3i പ്ലസ് 4tj ആണ്. t = 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 3i പ്ലസ് 4j എന്ന് വരും. ഒരു വെക്റ്റർ 3i പ്ലസ് 4j എന്നാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? p = √3² പ്ലസ് 4² ax² പ്ലസ് ay² എന്ന് കൊടുക്കില്ലേ? അങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പോൾ √3² പ്ലസ് 4² നമുക്ക് 5 m/s എന്ന് കിട്ടും. നമുക്ക് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു XY ഗ്രാഫ് വരയ്ക്കാം. x ആക്സിസിൽ അലോങ് 3i ആണ്, y ആക്സിസ് അലോങ് 4j ആണ്. അപ്പം ആംഗിൾ θ = കണ്ടുപിടിക്കാൻ tan θ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ 4/3 വരും. tan θ = 4/3 ആണ്. അപ്പോൾ θ = tan ഇൻവേഴ്സ് 4/3. നമുക്കതിൻ്റെ ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. I and J are unit vectors along x and y respectively. ആ ഡയഗ്രാം നമുക്ക് ക്വസ്റ്റ്യനിലില്ല, നമ്മൾ വരയ്ക്കുന്നതാണ് കേട്ടോ. അതായത് I എപ്പോഴും എക്സ് ആക്സിസിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ്, J എപ്പോഴും y ആക്സിസിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അത് നമുക്ക് അറിയാം, അണ്ടർസ്റ്റുഡ് ആണ്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വെക്ടേഴ്സ് I plus J?
ഐ പ്ലസ് ജെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വരച്ചു നോക്കുക. അപ്പോൾ ഐ എലോങ് എക്സ് ആക്സിസ് ആണ്, ജെ എലോങ് വൈ ആക്സിസ് ആണ്. അപ്പോൾ ജെനെ നമുക്ക് നേരെ ആ മഞ്ഞ ലൈനിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതൊരു ട്രയാങ്കിൾ ആവും. ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഹെഡും ഒന്നിൻ്റെ ടെയിലും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ അത് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അനുസരിച്ച് മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ അല്ലേ, അതിന് റിസൾട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ റിസൾട്ടൻ്റ് ആർ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ എന്ന് കിട്ടും. ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു √2 എന്ന് വരും. ഓക്കെ, ഇനി ആംഗിള് ഐ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്, കാരണം ഇത് രണ്ടും 90 ആണല്ലോ. അത് ഐയും ജെയും തമ്മിലുള്ള മൊത്തം ആംഗിൾ 90 ആണല്ലോ. ഇനി എന്താണ് ഐ മൈനസ് ജെ എന്ന്, ഐ മൈനസ് ജെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, സാധാരണ ഐ പ്ലസ് മൈനസ് ജെ. അപ്പം ജെനെ റിവേഴ്സ് ചെയ്യും, ഡയറക്ഷനെ റിവേഴ്സ് ചെയ്യും. അപ്പം ജെ എന്ന് പറയുന്നത് മൈനസ് വൈ ആക്സിസ് ആവും. മൈനസ് വൈ ആക്സിസ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആക്സിസിലേക്ക് വരും. അപ്പം നമുക്ക് എന്ത് വരും, ഇക്വേഷൻ എന്താ വരിക, മാഗ്നിറ്റ്യൂഡ് എപ്പോഴും സെയിം ആയിരിക്കും, കാരണം ഐ മൈനസ് ജെ ആണ് വാല്യൂ. മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 സ്ക്വയർ വരുമ്പോൾ √2 എന്ന് തന്നെ വരും. ഇനി അടുത്ത ക്ലാസ്സിലെ നോട്ടാണ്. അടുത്ത് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ആ ഫിഗർ ഒന്ന് വെറുതെ ഒന്ന് വരച്ച് വെക്കുക. എന്നിട്ട് വി എ ബി സി ഈക്വൽ ടു വി എ മൈനസ് വി ബി, വി ബി എ സി ഈക്വൽ ടു വി ബി മൈനസ് വി എ, ദെയർഫോർ വി എ ബി സി ഈക്വൽ ടു മൈനസ് വി ബി എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എ ബി സി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി എ എന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത പ്രോബ്ലം എഴുതുക. റെയിൻ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 മീറ്റർ പെർ സെക്കൻഡ്. വുമൻ റൈഡ്സ് എ ബൈസിക്കിൾ ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ വരയ്ക്കുക. എന്നിട്ട് ഏത് ഡയറക്ഷനിലാണ് ആ പെണ്ണിന് എന്താണ് അംബ്രല്ല പിടിക്കേണ്ടതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആംഗിൾ ആണ് കിട്ടേണ്ടത്. റെയിൻ ഫോളോ ചെയ്യുന്ന വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് വി ആർ. വി ആർ ആണ് റെയിനിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ. പെൺകുട്ടി മൂവ് ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്, അപ്പോൾ ലെഫ്റ്റിലേക്കാണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുത്തു, അതിൻ്റെ വെലോസിറ്റി എന്നുള്ളത് വി ബി എന്ന് കൊടുത്തു. അപ്പം നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഈ കുട്ടി പിടിക്കേണ്ട ഇതിൻ്റെ ആംഗിളാണ് കിട്ടേണ്ടത് അല്ലേ. ആംഗിൾ കിട്ടാനായിട്ട് നമ്മൾ എന്താണ്, ആംഗിൾ കിട്ടുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇതിൽ നിന്ന് ആൻസർ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, അതായത് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് കുട പിടിക്കേണ്ടത്. കുട പിടിക്കേണ്ടത് ഏത് ഡയറക്ഷനാണ്, വെലോസിറ്റി ഓഫ് റെയിനിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇതിന് രണ്ടിനും മോഷൻ ഉള്ളത് കൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി വരും. അതായത് റെയിനും ഗേളും മൂവ് ചെയ്യുന്നത് കൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി വി ആർ ബി കണ്ടുപിടിക്കേണ്ടി വരും. വി ആർ ബി എന്ന് പറഞ്ഞാൽ എന്താ, റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ എന്താ, വി ആർ മൈനസ് വി ബി ആണ്. നമുക്ക് വി ആർ എങ്ങനെയാണ് ഡയറക്ഷൻ എന്നറിയാം, വി ബി ലെഫ്റ്റിലേക്കാണെന്ന് അറിയാം. അപ്പോൾ വി ആർ മൈനസ് വി ബി എങ്ങനെ ചെയ്യുക, വി ആർ പ്ലസ് മൈനസ് വി ബി, വി ബിനെ റിവേഴ്സ് ചെയ്യുക. വി ബിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ അത് എവിടേക്കാവും, റൈറ്റിലേക്കാവും. അപ്പോൾ വി ആർ എലോങ് നെഗറ്റീവ് വൈ ആക്സിസ്, വി ബി എലോങ് എക്സ് ആക്സിസ് വന്നു. എന്നിട്ട് ആ ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ തീറ്റ സീക്വൽ ടു എന്താണ്, തീറ്റ നമ്മൾ കണ്ടുപിടിക്കുന്നത് സാധാരണ ടാൻ തീറ്റ വെച്ചിട്ടാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ടാൻ തീറ്റ സീക്വൽ ടു വി ബി ബൈ വി ആർ എന്ന് വരും. ദാറ്റ് ഈസ് 12/35 എന്ന് വന്നു. ദാർഫോർ തീറ്റ സീക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 12/35. നമ്മൾ ചെയ്ത് നോക്കിയാൽ 18.9 ഡിഗ്രി എന്ന് വരും. അപ്പോൾ തീറ്റ, അതായത് വുമൻ ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നോർമലിൽ നിന്ന് 18.9 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇനി പ്രൊജക്റ്റൈൽ മോഷൻ ഹെഡിങ് കൊടുക്കാം. വാട്ട് ഈസ് പ്രൊജക്റ്റൈൽ അത് എഴുതാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മാത്രമേ എഴുതാം. എൻ ഓബ്ജെക്ട് ദാറ്റ് ഈസ് ഇൻ ഫ്ലൈറ്റ് ആഫ്റ്റർ ബീങ് ത്രോൺ ഓർ പ്രൊജക്റ്റ് ഈസ് കോൾഡ് പ്രൊജക്റ്റൈൽ. അത് എഴുതാം. ദ പാത്ത് ഓർ ട്രാജക്ടറി ഓഫ് പ്രൊജക്റ്റൈൽ ഈസ് പരാബോള. അതിൻ്റെ അടിയിൽ വരയ്ക്കുക, എൻ ബി ഇട്ട് വെക്കുക കേട്ടോ. പിന്നെ ആ ഡയഗ്രം വരയ്ക്കുക, ഡയഗ്രത്തിലെല്ലാം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ പറയണത് എഴുതിയാൽ മതി. അതിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എ എക്സ് എന്ന് പറയുന്നത് എ കോസ് തീറ്റ എന്ന് എഴുതുക. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വി എക്സ് ഈക്വൽ ടു വി വൈ എന്ന് പറയുന്നത് എ സൈൻ തീറ്റ എന്ന് എഴുതാം. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്, ആ റെഡ് കളറിലുള്ളത് എഴുതാം. എ വൈ ഈക്വൽ ടു മൈനസ് ജി, റെഡ് കളറിൽ എഴുതിക്കുന്നത് എഴുതാം. പിന്നെ മഞ്ഞ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ദെർഫോർ പ്രൊജക്റ്റൈൽ മോഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ യൂണിഫോം ഹൊറിസോണ്ടൽ മോഷൻ ആൻഡ് ആക്സിലറേറ്റഡ് വെർട്ടിക്കൽ മോഷൻ. അത് എങ്ങനെയാണ് അത് വരുന്നതെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതായത്
ഇത്രയേ ഉള്ളൂ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്തില്ല, വെലോസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്തില്ല, ആക്സിലറേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ ഡയറക്ഷനിലും ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു, മാക്സിമം ഹൈറ്റിൽ അത് 0 ആകുന്നു, തിരിച്ച് വരുമ്പോൾ റിവേഴ്സ് ചെയ്യുന്നു, മാക്സിമം ആവുന്നു. അങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന് ആക്സിലറേഷൻ ഉണ്ട്. ഇനി ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഒരാള് ഒരു ക്ലിഫിന് മുകളിൽ കയറി നിന്നിട്ടുണ്ട്. ആള് ഒരു സ്റ്റോൺ ഹൊറിസോണ്ടലി ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊക്കെ പറയുന്ന ഡയറക്ഷൻസ് ശ്രദ്ധിക്കണം. നമ്മൾ ഹൊറിസോണ്ടലി ആണ് സ്റ്റോൺ എറിയുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് 50 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്, റീച്ച് ചെയ്യുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ ശ്രദ്ധിക്കുക. ഓക്കെ, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് 50 മീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ടാണ് V0 എന്ന് പറയുന്നത് 0 ആൻഡ് AY എന്ന് പറയുന്നത് -g. വെർട്ടിക്കൽ ആക്സലറേഷൻ -g എന്ന് കൊടുക്കുക. y = -490 മീറ്റർ. -490 മീറ്റർ വരാൻ കാരണം എന്താ, ഫൈനൽ പൊസിഷൻ എന്നുള്ളത് താഴെയും 0യും ഇനീഷ്യൽ പൊസിഷൻ 490 മീറ്ററിലുമാണ്. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ വരുമ്പോൾ 0 - 490 വരുന്നതുകൊണ്ടാണ് y ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് എന്ത് വന്നത്, -490 എന്ന് വന്നത്. ഇത് S = ut + ½ at² അല്ലെങ്കിൽ y = V0 t + ½ at² കൊടുക്കാം. അപ്പം എന്ത് വരും, V0 നമ്മൾ 0 കൊടുത്ത കാരണം y = ½ at² എന്ന ഇക്വേഷൻ വരും. yക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, -490 = ½ ഇൻറ്റു എക്ക് പകരം -9.8 ഇൻറ്റു t². അതിൽ t² ചെയ്ത് നമുക്ക് 10 സെക്കൻഡ് എന്ന് കിട്ടും. അത് ആ സ്റ്റോണ് താഴേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്, 10 സെക്കൻഡാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന വെലോസിറ്റി ആണ് അല്ലേ. നമുക്കറിയാം ഇനീഷ്യൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 15 ആണ്. എന്താണ് V0y, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി V0y 0 ആണ്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ടോട്ടൽ വെലോസിറ്റി ആണ് ചോദിക്കുന്നത്. AY = -g ആണ്, t = 10 സെക്കൻഡ് ആണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് V0 + AT എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുക. അതിൽ V0 എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു, നമ്മൾ കോൺസ്റ്റന്റ് 0 ആണെന്ന് പറഞ്ഞു അല്ലേ. V0y എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ V = AT എന്ന് കിട്ടി. അപ്പോൾ Vy = എന്ത് വന്നു, Vy = V0y എന്നുള്ളത് 0 + AT. V0y എന്നുള്ളത് 80 എന്ന് കിട്ടി. Vy = എന്ത് വന്നു, -9.8 ഇൻറ്റു t ടൈം 10 കൊടുക്കുക. അപ്പോൾ Vy എന്ന് പറഞ്ഞാൽ -98 എന്ന് കിട്ടി. Vx 15 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. Vy എന്നുള്ളത് -98 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെയർഫോർ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ട് വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ, കമ്പോണൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക, √(vx² + vy² ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കിട്ടും. കൊടുക്കുക. ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് പരാബോളിക് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പം അത് ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അത്ര ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതാം. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിവിടെ എപ്പോഴും പ്രൊജക്ടൈൽ പറയുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും പറയും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ ആണ്. നമ്മൾ പരാബോളിക് പാത്ത് വരച്ചു, P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുക. അതിന് X കമ്പോണൻറ്റ് Y കമ്പോണൻറ്റ് മാർക്ക് ചെയ്തു. ഹൊറിസോണ്ടൽ വെലോസിറ്റി = ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. നമ്മളിവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് V0 cos θ = ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് X ആയിട്ട് എടുത്തു, X/t കൊടുത്തു. Therefore t = എന്ത് വന്നു, X/V0 cos θ. ഇനി വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താ, V0y = V0 sin θ ആണ്. Therefore നമ്മൾ S = ut + ½ at² അല്ലെങ്കിൽ ഇവിടെ y = V0 t + ½ at² വാല്യൂസ് കൊടുക്കാം. വാല്യൂസ് കൊടുക്കുമ്പോൾ എന്താ, V0 എന്ന് പറയുന്നത് y കമ്പോണൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ V0 എന്ന് പറയുന്നത് അവിടെ 0 ആണ്. അതുപോലെ AY എന്ന് പറയുന്നത് -g ആണ്. സോറി ഞാൻ നമ്മൾ y = V0 t + ½ at² കൊടുക്കുമ്പോൾ എന്താണ്, y = V0 എന്ന് പറയുന്നത് V0 sin θ, വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ V0 sin θ ഇൻറ്റു t + ½ ഇൻറ്റു -g, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -g ഇൻറ്റു t² എന്ന് കൊടുത്തു. ഇനി V0 sin θ ഇൻറ്റു ടിക്ക് പകരം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള X/V0 cos θ കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും നോക്കിയേ, എനിക്ക് കാണുന്നില്ല.
വി സീറോ സൈൻ തീറ്റ ഇൻറ്റു എക്സ് ബൈ വി സീറോ കോസ് തീറ്റ എന്നൊക്കെ വരും അല്ലേ. അവിടെ വി സീറോ സൈൻ തീറ്റ വി സീറോ ക്യാൻസൽ ചെയ്തു, എക്സ് വി സീറോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരുമ്പോൾ ടാൻ തീറ്റ, അങ്ങനെയാണ് ഇക്വേഷൻ വരിക. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. എനിക്ക് അത് ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. മനസ്സിലാവും, അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്കൊരു വാല്യൂ, ഒരു ഇക്വേഷൻ കിട്ടി, ലാസ്റ്റ് ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ, അതായത് പരാബോളയുടെ ഇക്വേഷൻ ആയിട്ടുള്ള എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ മോഡലിലാണ്. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത് കൊണ്ട് നമ്മൾ പറയുന്നു പ്രൊജക്റ്റൈൽ മോഷൻ എന്നുള്ളത് എന്താണ്, ഒരു പരാബോളിക് മോഷൻ ആണ് എന്ന് പറയുന്നു. ഓക്കെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് നമ്മൾ y = v സീറോ സൈൻ തീറ്റ ബോളയുടെ ഇക്വേഷൻ ആയിട്ടുള്ള എ എക്സ് പ്ലസ് ബി എക്സ്. മക്കളെ, അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇക്വേഷൻ ഫോർ എ പ്രൊജക്ടൈൽ ഈസ് y = √3x - ½ gx സ്ക്വയർ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ എങ്ങനെ നമ്മൾ ചെയ്യും? y = √3x - ½ gx സ്ക്വയറിൻ്റെ പ്രൊജക്ടൈലിൻ്റെ പാത്തിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ? y = x tan θ - g/2 × v0 cos സ്ക്വയർ തീറ്റ എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ടാൻ തീറ്റയുടെ സ്ഥാനത്താണ് ഇവിടെ √3 ഇരിക്കുന്നത്. അപ്പോൾ ദെർഫോർ എന്തെന്ന് എഴുതാം? നമുക്ക് ടാൻ തീറ്റ = √3 എന്ന് എഴുതാം. ദെർഫോർ തീറ്റ = എന്താ വരിക? ടാൻ ഇൻവേഴ്സ് √3. അതിൽ ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ ബി ആൻസർ ആണ് കറക്റ്റായിട്ട് വരും. ഓക്കെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അതിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ബോംബ് താഴേക്ക് എത്താൻ എടുക്കുന്ന ടൈമാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ y = -300 മീറ്റർ. മൈനസ് വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മുകളിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത്. താഴെ എത്തുന്ന 0 പൊസിഷനാണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ നമുക്ക് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് -300 എന്ന് വരും. നമുക്കറിയാം y കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി 0 ആണ്. v0x ഹൊറിസോണ്ടലി എത്ര തന്നിട്ടുണ്ട്? നമുക്ക് 60 m/s തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -9.8 ആണ്. ടൈമാണ് കിട്ടേണ്ടത്. നമ്മൾ x = ut + ½ at² അല്ലെങ്കിൽ y = v0t + ½ at² ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ v0 = 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ y = ½ at² എന്ന് വരും. അതിൽ നിന്ന് t² എന്താ? 2y/a അല്ലേ. ദെർഫോർ t = √2y/a. 2 × 300/9.8 t = 7.8 സെക്കൻഡ് എന്ന് വരും. ഇനി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ടൈമും നമുക്കറിയാം. അതിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് = വെലോസിറ്റി × ടൈം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. നമ്മൾ v = u + at എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ v = എന്താണ് വരിക? എക്ക് പകരം -g കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? v0y എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ. v0y എന്ന് പറയുന്നത് 0 ആണ്. -9.8 × t ടൈം നമ്മൾ കണ്ടുപിടിച്ചു. അത് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടും.